ഹായ് ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഏട്ടനെക്കുറിച്ചാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാ വീഡിയോയിലും ഞാൻ ഏട്ടൻ ജോലിക്ക് പോയി അല്ലെങ്കിൽ ഏട്ടൻ പോയതിന് ശേഷം എന്നൊക്കെ പറഞ്ഞല്ലേ തുടങ്ങാറ്. അപ്പോൾ ഇന്ന് ഏട്ടൻ എന്താ ജോലി എന്നും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ പണി നമ്മളെ തൊട്ടടുത്താണ് കേട്ടോ, താത്തേൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഏട്ടൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഫ്രീ ആകുമ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടേ. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ ചക്കുണ്ട്, കുഞ്ഞുണ്ണി ഉണ്ട് കേട്ടോ. പിന്നെ ആദ്യം കൂടെ രാവിലെ അങ്ങോട്ടേക്ക് പോകുക, ഇനി വൈകുന്നേരം അവൻ തിരിച്ചു വരുള്ളൂ. ചിലപ്പോൾ ഞങ്ങളെ കണ്ടാൽ ഞങ്ങളോട് വരും കേട്ടോ. ഇന്നാണെങ്കിൽ രാവിലെയൊക്കെ മഴയായിരുന്നു, പിന്നെ ഒരു മൂടി കെട്ടിയ കാലാവസ്ഥയാണ് കേട്ടോ, അധികം വെയിലൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ താത്തേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ പണി കേട്ടോ. ഇതിൽ സെൻറ്ററിങ്, കെട്ടുപണി, ടൈല് പണി എല്ലാം ഉണ്ട് കേട്ടോ. ഏട്ടൻ എല്ലാ പണിക്കും പോകാറുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ കുട്ടാപ്പി ഉണ്ട് കേട്ടോ, എൻ്റെ ഒരു അനിയനായിട്ട് വരും അവൻ. ഇന്ന് ഞാനിങ്ങനെ ഏട്ടൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ ഏട്ടൻ പണിയെടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം വന്നു. അതായത് എനിക്ക് മുൻപുണ്ടായ ഒരു അനുഭവമാണ്, അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ആദ്യം ഏട്ടൻ ഒരു കരിങ്കല്ലിൻ്റെ പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. കൂടെ ഏട്ടനൊരു ഓട്ടോറിക്ഷയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കരിങ്കല്ലിൻ്റെ പണിക്ക് പോയിട്ട് ഫ്രീ ടൈം കിട്ടണ ദിവസവും പണിയില്ലാത്ത ദിവസങ്ങളിലാണ് ഏട്ടൻ ഓട്ടോ ഓടിയിട്ട് നമ്മൾ വരുമാനം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഞാനന്ന് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു മാസം ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിയുന്നത്. അപ്പോൾ ലീവെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ജോലിക്ക് കയറുകയാണ്. ആ സമയത്ത് നമ്മളൊരു മാസം ലീവ് എടുത്തല്ലേ, അപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് പോയപ്പോൾ അവിടെ ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, പിന്നെ അല്ലാതൊരു നഴ്സിംഗ് സ്റ്റാഫും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ എന്നോട് നഴ്സിംഗ് സ്റ്റാഫ് ചോദിച്ചു, നിൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ, എന്താ ഹസ്ബൻഡിന് ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് മറുപടി കൊടുക്കുന്നതിന് മുൻപേ തന്നെ അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് പറഞ്ഞു, അവനെന്ത് ജോലിയൊന്നുമില്ല, അവൻ ഓട്ടോ ഓടിക്കല്ലേ എന്ന്. ഞാനാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിട്ടുമില്ല. എനിക്ക് ആകെ വിഷമമായി പോയിട്ടോ. വിഷമമായത് ജോലി പറഞ്ഞതിനല്ല കേട്ടോ, ജോലിയൊന്നുമില്ല, ഓട്ടോറിക്ഷ ഓടിക്കുകയല്ലേ എന്നൊരു വാക്ക് അവർ പറഞ്ഞു. അതാണ് എനിക്ക് ഭയങ്കര വിഷമമായത്. അതെന്താ അപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ജോലിയല്ലേ? എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്തിനും അതിൻ്റേതായിട്ടുള്ളൊരു മാന്യതയുണ്ട് അല്ലേ. പൈസയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും, പക്ഷെ ഞങ്ങൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ വ്യക്തിനെ ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും എൻ്റെ മുൻപിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കും. കാരണം അന്ന് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എനിക്കന്നൊന്നും എന്താ പറയുക, ആ ഒരു വിഷമത്തിൽ എനിക്ക് തിരിച്ചൊരു മറുപടി പറയാൻ പറ്റിയതേ ഇല്ല. എത്ര കുടുംബങ്ങൾ ഈ ഓട്ടോ ഓടിച്ചിട്ടും കൂലിപ്പണി എടുത്തിട്ടും കഴിയുന്നവരുണ്ട്. ഇതൊരു നാണക്കേടോ കുറവോ ഒന്നും വിചാരിക്കേണ്ട ജോലിയല്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് കൂലിപ്പണിയാണ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളാണെന്ന് പറയാനൊന്നും ഒരു നാണക്കേടും ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.